കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നമ്മുടെ +2 ബിസിനസ് ചാപ്റ്ററിൽ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണ് അല്ലേ. വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഒരു കൺസ്യൂമർ എന്ന നിലയിൽ നമ്മൾ പഠിക്കേണ്ടതും നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. നിങ്ങൾക്കറിയുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. എന്താണെന്നറിയോ, നമ്മുടെ മാർക്കറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷനൊക്കെ മുന്നേ നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്യുവർലി പ്രൊഡ്യൂസേഴ്സിന് ഫേവർ ചെയ്തിട്ടുള്ളതായിരുന്നു. അഥവാ സെല്ലേഴ്സിന്റെ മാർക്കറ്റായിരുന്നു. അവർ തീരുമാനിക്കുന്നത് പോലെയാണ് അവിടെ ഒരു പ്രൊഡക്റ്റ് അവർ വിൽക്കുന്നത്. അതിൻ്റെ പ്രൈസ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ അവൈലബിലിറ്റി ഒക്കെ ഈ പ്രൊഡ്യൂസേഴ്സും സെല്ലേഴ്സും ഡിസൈഡ് ചെയ്യുന്നത് പോലെയായിരുന്നു. പക്ഷെ ലേറ്റർ ഓൺ കൺസ്യൂമേഴ്സ് എഡ്യൂക്കേറ്റഡ് ആയപ്പോൾ, അവരവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആയപ്പോൾ ആ മാർക്കറ്റിൻ്റെ നേച്ചർ അങ്ങ് മാറിയിട്ട് അത് നമ്മുടെ കൺസ്യൂമർ ഈസ് ദ കിങ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, എന്തിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്താണ്. സോ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിനെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്, എഡ്യൂക്കേറ്റ് ചെയ്യുന്നതാണ്. എന്തിനെ കുറിച്ചിട്ട്? അവർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പിന്നെ അവരുടെ പരാതികൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കുകയാണ്. സോ ഇതിനെയാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. 2 ആസ്പെക്റ്റ് ആണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ പഠിക്കാനുള്ളത്. എന്തിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണിത്, അതുപോലെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ അല്ലെങ്കിൽ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്തിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ കൺസ്യൂമേഴ്സിന് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും അറിവില്ല. സോ എഡ്യൂക്കേറ്റ് ദം അബൌട്ട് ദ സെയിം സോ ആസ് ടു അച്ചീവ് കൺസ്യൂമർ അവെയർനെസ്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. റൈറ്റ്സ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അവരെ സംരക്ഷിക്കാൻ നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലുള്ള അറിവില്ലായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അസംഘടിതമായിട്ടുള്ള ഉപഭോക്താക്കളായിരുന്നു നമുക്ക് ചുറ്റുമുണ്ടായിരുന്നത്. അതായത് നമ്മുടെ തൊഴിലാളി യൂണിയനുകൾ പോലെ കൺസ്യൂമേഴ്സിന് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. സോ കൺസ്യൂമേഴ്സ് നീഡ് ടു ബി ഓർഗനൈസ്ഡ് ഇൻ ദ ഫോം ഓഫ് കൺസ്യൂമർ ഓർഗനൈസേഷൻ വിച്ച് വുഡ് ടേക്ക് കെയർ ഓഫ് ദെയർ ഇൻട്രസ്റ്റ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു സംഘടന വേണമായിരുന്നു. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ടുള്ളത്. ഇനിയുള്ളത്, ഉപഭോക്താക്കളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നത്? സേഫ് അല്ലാത്ത പ്രൊഡക്റ്റുകൾ അവർക്ക് കൊടുക്കുക, മായം ചേർക്കുക, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ അവർക്ക് കൊടുക്കുക, ഇങ്ങനെ പല രീതിയിലും അവരെ ചൂഷണം ചെയ്യുന്നുണ്ടായിരുന്നു. അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വേണമായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ബിസിനസ്സിന് ഒരുപാട് കാലം നിലനിന്ന് പോകണമെങ്കിൽ എന്ത് വേണം? അവർക്ക് കൺസ്യൂമേഴ്സ് വേണം. എങ്ങനെയുള്ള കൺസ്യൂമേഴ്സ് വേണം? സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സ് വേണം. അവരുടെ പ്രൊഡക്ട്സ്, അവരുടെ സർവീസ് ഒക്കെ ഉപയോഗിച്ച് വളരെ സന്തുഷ്ടരായിട്ടുള്ള കൺസ്യൂമേഴ്സ് ഉണ്ടെങ്കിലേ ഒരുപാട് കാലം ബിസിനസ്സിന് അവരുടെ ആക്ടിവിറ്റീസ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനിയുള്ളത്, ബിസിനസ് സൊസൈറ്റിയുടെ ഉറവിടങ്ങളാണ് ഉപയോഗിക്കുന്നത്, അവിടെ നിന്നുള്ള റിസോഴ്സസ് ആണ് ഉപയോഗിക്കുന്നത്. സോ അവരോട് റെസ്പോൺസിബിലിറ്റി കാണിക്കേണ്ടത് ഈ കൺസ്യൂമേഴ്സ്, ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ നമ്മുടെ 6ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച, കഴിഞ്ഞ വർഷം 6ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. നമ്മളിവിടെ കണ്ടു അല്ലേ, ഫുഡിൽ അവർ മായം ചേർക്കുന്നു, അൺസേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്നത് കൺസ്യൂമർ റെസ്പോൺസിബിലിറ്റീസിന് എതിരല്ലേ. സോ ബിസിനസ് ഹാസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ടുവേർഡ്സ് വാരിയസ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. അത് ബേസിക്കലി എന്താണ്? കൺസ്യൂമേഴ്സ് തന്നെയാണ് അല്ലേ. കൺസ്യൂമേഴ്സ് ആവാം, ഗവൺമെന്റ് ആവാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സപ്ലയേഴ്സ് ആവാം. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനോട് അവരെന്ത് കൊടുക്കുന്നുണ്ട്? അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഇനിയുള്ളത് ധാർമ്മിക ന്യായീകരണമാണ്. എ ബിസിനസ് മസ്റ്റ് അവോയ്ഡ് അൺസ്ക്രപ്ലെസ്, എക്സ്പ്ലോയിറ്റേറ്റീവ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അതായത് ഒരു തരത്തിലും അവരെ ചൂഷണം ചെയ്യാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് ബിസിനസ് ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്. ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും തരത്തിൽ കൺസ്യൂമേഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റ് അവിടെ എന്ത് കൊണ്ടുവരും? നിയമങ്ങൾ കൊണ്ടുവരും. ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യരുത്, അവർക്ക് ഫൈൻ കൊടുക്കണം, അവർക്ക് പെനാൽറ്റി കൊടുക്കണം, അവരുടെ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യണം. അത്തരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസ് വരുന്നത് കൊണ്ട് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഈ പറയുന്ന ബിസിനസ് ഓർഗനൈസേഷന്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അവർ കരുതുന്നു.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ ലീഗൽ പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. സോ ദ ഇന്ത്യൻ ലീഗൽ ഫ്രെയിംവർക്ക് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് റെഗുലേഷൻസ് വിച്ച് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ടു കൺസ്യൂമേഴ്സ് ആസ് പെർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 സെക്ഷൻ 4 all relevant information is required to be made available to all citizens of the country. അപ്പോൾ ഈ ഒരു ആക്ട്, ഈ ഒരു നിയമപ്രകാരം, നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ സിറ്റിസൺസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ആക്ടുകളാണ് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന്. ഒന്നാമത്തേത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ എക്സാമിന് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയുന്നത് എന്താണ്? നമ്മുടെ കൺസ്യൂമേഴ്സിനെ ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, ഇത്തരത്തിലുള്ള എല്ലാ മാൽ പ്രാക്ടീസസിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ ഇതിനെതിരെ എന്ത് പ്രൊട്ടക്ഷൻ വേണമെങ്കിലും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ നമുക്ക് എന്തുണ്ട്? ഒരു 3 ടയർ മെഷീനറി ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഒരു 3 ടയർ മെഷീനറി നമുക്കുള്ളത്? 3 ടയറുള്ള 3 ടയറുള്ള മെഷീനറി ആണോ? ഒരിക്കലും അല്ല. നമുക്കുള്ളത് നമ്മുടെ 3 ടയർ റിഡ്രസൽ സിസ്റ്റം ആണ്. 3 ലെവലിലുള്ള കൺസ്യൂമർ ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം ഉണ്ട്. നമ്മുടെ കംപ്ലൈൻസ് കേൾക്കാനും അതുപോലെ അതിന് സൊല്യൂഷൻസ് തരാനും ഡിസ്ട്രിക്ട് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവൽ, നാഷണൽ ലെവലിൽ നമുക്കൊരു മെക്കാനിസം ഉണ്ട്. ഇനിയുള്ളത് നമ്മുടെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്. അഥവാ കരാർ നിയമം എന്ന് നമ്മൾ പറയും. 1872 തന്നെയാണ്. പല ആൾക്കാർക്കും പല ടെക്സ്റ്റിൽ വേറെ വേറെ ഇയേഴ്സ് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1872 തന്നെയാണ്. സോ ഈ ആക്ട് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ lays down the conditions in which the promises made by parties to a contract will be binding on each other. നമ്മൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലീഗൽ ആയിരിക്കണം. അത് ലീഗൽ ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് കോൺട്രാക്ട് ആക്ടിൽ പറയുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളൊരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നമ്മൾക്ക് എന്തെങ്കിലും ചതിവ് പറ്റിക്കഴിഞ്ഞാൽ, നമ്മളെ ആരെങ്കിലും പറ്റിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് തന്ന സാധനങ്ങൾ അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും? അത് ഈ വകുപ്പ് പ്രകാരമാണ് നമുക്ക് ആ പ്രൊട്ടക്ഷൻ കിട്ടുക. ഇനിയുള്ളത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ്. സോ ദാറ്റ് പ്രൊവൈഡ് സേഫ് ഗാർഡ്സ് ആൻഡ് റിലീഫ് ടു ദ ബയേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ്? നമുക്ക് സേഫ്റ്റി തരുന്നുണ്ട്, നമുക്ക് റിലീഫ്സ് തരുന്നുണ്ട്. ഏത് കേസിലാണ്? ഇൻ കേസ് ദ ഗുഡ്സ് പർച്ചേസ് ഡു നോട്ട് കംപ്ലൈ വിത്ത് എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് കണ്ടീഷൻസ് ഓർ വാറണ്ടീസ്. നമ്മൾ വാങ്ങിയിട്ടുള്ള ഗുഡ്സ് എന്ത് ഓഫർ ചെയ്യും അല്ലെങ്കിൽ ആ ഗുഡ്സിനെ കൊണ്ട് എന്ത് ഉപയോഗം ഉണ്ടാകും എന്ന് മാനുഫാക്ചറർ പറയുന്നുണ്ടോ അത് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവർ പറയണം, വാക്കാലെ പറയണം എന്നില്ല. അല്ലാതെ ഇപ്പം നമ്മൾ ഉപ്പ് വാങ്ങിച്ചു പക്ഷെ അതിന് ഉപ്പിൻ്റെ ടേസ്റ്റ് ഇല്ല. ഉപ്പ് അവർ തരുന്ന സമയത്ത് അവർ പറയില്ല ഇതിന് ഉപ്പിൻ്റെ രുചി ഉണ്ടാവും എന്നുള്ളത്. ഉപ്പിൻ്റെ രുചി പ്രോപ്പറായിട്ട് അതിന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നമ്മുടെ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് ഈ ഒരു ആക്ട് പ്രകാരം ലീഗലി മൂവ് ചെയ്യാം. അവർക്കെതിരെ ലീഗലി മൂവ് ചെയ്യാം. നമുക്ക് വാറണ്ടി തന്നില്ല, നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പറയുന്നത്. വിൽക്കുന്ന സാധനത്തിന് ഉദ്ദേശം പാലിച്ചിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഇനിയുള്ളത് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955 ആണ്. ഇതെന്താ പറയുന്നത്? ഒരു തരത്തിലും എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ത് ചെയ്യാൻ പാടില്ല? ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ത്രൂ വിൽക്കാൻ പാടില്ല. എന്താ ഈ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്? അതും നമ്മുടെ മാർക്കറ്റിന്റെ കേസിൽ ഓഫ് കോഴ്സ് നമ്മുടെ ബ്ലാക്ക് മാർക്കറ്റ്, അതായത് നമ്മൾ പറയാറുണ്ട് അല്ലേ, കരിഞ്ചന്ത. സാധാരണ ഒരു സാധനത്തിന്റെ വില 10 രൂപയാണെങ്കിൽ കരിഞ്ചന്തയിൽ ആ സാധനത്തിന്റെ വില 20 രൂപ, നേരെ ഇരട്ടിയായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് സാധാരണ കൺസ്യൂമേഴ്സിന് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കാം. അതുകൂടാതെ പ്രോഫിറ്റിയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ട് പ്രോഫിറ്റ് ഈടാക്കുക, അതുപോലെ ഹോർഡേഴ്സ്, പൂഴ്ത്തിവെപ്പുകാർ, ഇങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മാർക്കറ്റ് പ്രാക്ടീസസും പ്രൊവൈഡ് ചെയ്യുന്നതല്ല, സപ്പോർട്ട് ചെയ്യുന്നതല്ല. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എപ്പോഴും നേരായിട്ട് വഴിക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം കേസ് കൊടുക്കാം. ഇത്തരത്തിലുള്ള മാർക്കറ്റുകളിലാണ് അത് വിൽക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാം. ഇനിയുള്ളത് ദ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് 1937 ആണ്. ഈ ആക്ട് പ്രകാരം എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. The Act stipulates the conditions which govern the use of standards and lays down the produce
for grading, marketing and packing of agricultural produce. The quality mark provided under the act is known as agmark. Agmark എന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ ഉണ്ടാവും agmark എന്നുള്ള ആ ഒരു മാർക്ക്. ഒരു ഏതെങ്കിലും ഒരു അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ആക്ട് എന്താ പറയുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് ഗ്രേഡിങ്ങും സ്റ്റാൻഡേർഡ്സും ഒക്കെ ഉണ്ട്, അഗ്മാർക്ക് പോലെയുള്ള സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ കണ്ടീഷൻസിൽ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ അഗ്മാർക്ക് കണ്ടു, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്ന് പ്യൂർലി അഗ്രികൾച്ചറൽ ബേസ്ഡ് പ്രൊഡക്റ്റ് അല്ല എന്നുള്ളത്, നിങ്ങൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം, നോ സീൻസ്. ഓക്കെ, ഇനിയുള്ളത് ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954 ആണ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൽ അഡൾട്രേഷൻസ് ഉണ്ടോ, മായങ്ങൾ ചേർത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതും, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ആക്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്ക് ലീഗലി മൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയുള്ളത് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് 1976. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് ഓഫർ ചെയ്യുന്നത് 1 kg എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, 1 kgയുടെ പ്രൊഡക്റ്റ് ആണിത്. നമ്മളത് തൂക്കി നോക്കുമ്പോൾ അത് 950 ഗ്രാംസേ ഉള്ളൂ. ആ 50 ഗ്രാംസിന് വേണ്ടിയിട്ട് നമുക്ക് കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് വളരെ കൃത്യമായിരിക്കണം എന്ന് പറയുന്നത് ഈ ഒരു ആക്ടിലാണ്. ഓക്കെ, സോ this provision of this act are applicable in case of those goods which are sold or distributed by weight, measure or numbers. ഈ നമ്പേഴ്സിലുള്ളതായിരിക്കാം. 10 രൂപയുടെ ഒരു പാർലേജി ബിസ്ക്കറ്റിൽ 20 ബിസ്ക്കറ്റ് ഉണ്ടാവണം എന്നാണ് അവർ ഓഫർ ചെയ്യുന്നത്. നമ്മൾ എണ്ണി നോക്കുമ്പോൾ 18 എണ്ണേ ഉള്ളൂ. ആ 2 ബിസ്ക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കേസ് കൊടുക്കാം, നോ ഇഷ്യൂസ്. ഇനിയുള്ളത് നമ്മുടെ ട്രേഡ് മാർക്സ് ആക്ട് 1999. ഇതിലെന്താ പറയുന്നത്? ദ ആക്ട് റിപ്പീൽഡ് ആൻഡ് റീപ്ലേസ് ദ ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് മാർക്സ് ആക്ട് 1958. ഈ ഒരു ആക്ട് നമ്മുടെ ട്രേഡ് ആൻഡ് മെർക്കൻഡൈസ് ആക്ട് 1958 എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായിരുന്നു. ആ ആക്ടിനെ റീപ്ലേസ് ചെയ്ത് പകരം ആ ആക്ട് മാറ്റിയിട്ടാണ് നമുക്ക് ട്രേഡ് മാർക്ക് ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് 1999 വന്നിട്ടുള്ളത്. സോ എപ്പോഴും ഫ്രോഡുലന്റ് മാർക്സ് ഒരു പ്രൊഡക്റ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നമ്മളിപ്പം എന്താ പറയുക, ഒരേ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരേ ട്രേഡ് മാർക്ക് എന്താണെന്ന് അറിയാലോ അല്ലെ, നമ്മൾ മാർക്കറ്റിങ്ങിൽ പഠിച്ചതാണ്. സോ ഈ ട്രേഡ് മാർക്ക് ആരെങ്കിലും കോപ്പി ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രോഡ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ബിസിനസ് ഓർഗനൈസേഷൻസിനും കൊടുക്കാം, കൺസ്യൂമേഴ്സിനും കൊടുക്കാം. ഇനിയുള്ളത് കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. സോ ഈ ആക്ട് പറയുന്നത് ഒരു തരത്തിലും നമ്മുടെ മാർക്കറ്റിൽ എന്തുണ്ടാവരുത്, മൊണോപോളി ഉണ്ടാവരുത്. എന്തെങ്കിലും അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് മൊണോപോളി ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. സോ ഒരു തരത്തിലും മൊണോപോളീസ് പ്രൊമോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ്. സോ എപ്പോഴും കൺസ്യൂമേഴ്സിന് എന്തുണ്ട്, കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. സോ ദാറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ദ കൺസ്യൂമേഴ്സ് ഇൻ കേസ് ഓഫ് പ്രാക്ടീസസ് അഡോപ്റ്റഡ് ബൈ ബിസിനസ് ഫേംസ് വിച്ച് ഹാമ്പർ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. കോമ്പറ്റീഷൻ ചെറുത്ത് നിൽക്കുന്ന രീതിയിൽ ഏതെങ്കിലും കമ്പനി എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആക്ട് പ്രകാരം കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയുള്ളത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് 1986. സോ ഈ ആക്ട് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ ആക്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തത് നമുക്ക് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഗുഡ്സിന് ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. BSI, ISI പോലെയുള്ള ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്ര വില ഈടാക്കാൻ പറ്റുള്ളൂ. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഇങ്ങനത്തെ ഒരു മാർക്ക് നൽകുന്നു. പലപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് BIS ഹോൾമാർക്ക്, ISI മാർക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും അല്ലേ. സോ ഈ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആക്ട് പ്രകാരമാണ്. അതുകൂടാതെ ഇവർ കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് എന്ത്, ഗ്രീവിയൻസ് റിഡ്രസൽ സിസ്റ്റം. എന്തെങ്കിലും രീതിയിൽ ക്വാളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള റിലീഫ്സും ഈ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ക്വാളിറ്റിയിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ആക്ട് പ്രകാരം തന്നെ ഒരു ഗ്രീവിയൻസ് സെല്ല് കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇൻ ഡീറ്റെയിൽ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് ഈ ആക്ടാണ്. ഈ ആക്ട് പ്രകാരമാണ് നമുക്ക് ഗ്രീവിയൻസസും കാര്യങ്ങളൊക്കെ കിട്ടുക. നമ്മൾ നോർമൽ ആയിട്ടുള്ള ഒരു കൺസ്യൂമറിന് ഈ എല്ലാ ആക്ടും പഠിച്ചു വെക്കാൻ പറ്റില്ല. നമുക്ക് ഈ ആക്ടാണ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ട് നമ്മളിത് പഠിക്കാൻ പോവാണ്. ഓൾറെഡി നമ്മൾ കണ്ടു അല്ലേ, ഉപഭോക്താക്കളുടെ പരാതികൾ വേഗത്തിലുള്ളതും ചെലവ് കുറഞ്ഞതുമായ പരിഹാരത്തിലൂടെ അവരുടെ താല്പര്യം സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇത് ശ്രമിക്കുന്നു. നമ്മുടെ കംപ്ലയിൻസ് ഒക്കെ പെട്ടെന്ന് സോൾവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ആക്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. സോ ഇതാണ് നമ്മുടെ കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ കൺസ്യൂമർ റൈറ്റ്സ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. റൈറ്റ് ടു സേഫ്റ്റി.
അതായത് എല്ലാ കൺസ്യൂമേഴ്സിനും എന്തുണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സേഫായിട്ട് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. സോ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗെയിൻസ്റ്റ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ഹസാർഡസ് ടു ലൈഫ് ആൻഡ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ജീവനും അപായം ഉള്ള രീതിയിലുള്ള പ്രോഡക്ട്സ് നമ്മുടെ കൺസ്യൂമേഴ്സിന് മാർക്കറ്റിൽ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അഥവാ എന്തെങ്കിലും ഗുഡ്സ് കൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് പോയിട്ട് കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. സോ ഇത് നമ്മുടെ അവകാശമാണ്. ഇനിയുള്ളത് റൈറ്റ് ടു ബി ഇൻഫോംഡ് ആണ്. ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് റൈറ്റ് ഉണ്ട്? ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട്. നമുക്കൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കണമെങ്കിൽ അറിയണം അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത്, അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളത്, അത് എവിടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്, ഇതൊക്കെ നമുക്കറിയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതുകൊണ്ടൊരു പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻസ് ഒക്കെ കൺസ്യൂമേഴ്സിന് കൊടുത്തിട്ടുണ്ടാവണം. ഇനിയുള്ളത് റൈറ്റ് ടു ചൂസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടു കോമ്പറ്റീഷൻ ഒരു മാർക്കറ്റിൽ ഉണ്ടാവണം എന്നുള്ളത്. എന്തിനാ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്? എന്തിനാ ഈ കോമ്പറ്റീഷൻ ഉണ്ടാവേണ്ടത്? നമുക്ക് റൈറ്റ്സ് ഉണ്ട്. എന്ത് റൈറ്റ്സാണ് നമുക്കുള്ളത്? നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സിൽ നിന്നും ഒരെണ്ണം ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഒരാള് ഒരു മാർക്കറ്റിൽ എൻ്റെ പ്രൊഡക്റ്റ് മാത്രം മതിയെന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ മതി എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. നമുക്ക് എന്തിനുള്ള റൈറ്റ്സ് ഉണ്ട്? ഒരുപാട് പ്രൊഡക്ട്സിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ദ മാർക്കറ്റേഴ്സ് ഷുഡ് ഓഫർ എ വൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ബ്രാൻഡ്, പ്രൈസ്, സൈസ് എക്സെട്ര. അതായത് നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യണമെങ്കിൽ ഒരേ പ്രൈസിന് ഒരുപാട് സാധനങ്ങൾ, ഒരേ ക്വാളിറ്റിയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവണം. അതിനെന്തുണ്ടാവണം? കോമ്പറ്റീഷൻ ഉണ്ടാവണം. ഇനി പറയുന്നത് റൈറ്റ് ടു ബി ഹേർഡ് ആണ്. അതായത് നമുക്ക് ചില സിറ്റുവേഷൻസിൽ കംപ്ലയിൻസ് ഉണ്ടാവും പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട്. അപ്പം നമുക്ക് എന്ത് റൈറ്റ് ഉണ്ടാവണം? നമുക്കൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടാവണം. ഇൻ കേസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് എ ഗുഡ് ഓൾ സർവീസ്, ഒരു സാധനത്തിലോ ഒരു സേവനത്തിലോ നമുക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായാൽ, ഒരു അസംതൃപ്തി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടാവണം. ബിസിനസ് ഫേംസ് എന്ത് ചെയ്യണം? അവരുടെ തന്നെ കൺസ്യൂമർ സർവീസ് സിസ്റ്റംസ് അല്ലെങ്കിൽ കൺസ്യൂമർ റിഡ്രസൽ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവണം. ഒരുവിധം എല്ലാ പ്രൊഡക്ട്സിനും അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇൻ കേസ് ഓഫ് എനി കംപ്ലയിൻറ്റ്സ് യു ക്യാൻ കോൾ ടു ദിസ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റിനും ഏത് സർവീസിനും ഇപ്പം എന്തുണ്ട്, നമുക്കൊരു ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ട്. നമ്മുടെ കംപ്ലയൻസ് സോൾവ് ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് കാണാം. ഇനിയുള്ളത് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും റിലീഫ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ അതിന് പരിഹാരം തേടാനുള്ള അവകാശം നമുക്കുണ്ട്. സോ ദ കൺസ്യൂമർ ഹാസ് എ റൈറ്റ് ടു ഗെറ്റ് റിലീഫ് ഇൻ കേസ് ഓഫ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫോൾ ഷോർട്ട് ഓഫ് ഹിസ് എക്സ്പെക്ടേഷൻ. നമ്മളൊരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു പ്രതീക്ഷ നമുക്കുണ്ടാവും. ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ടല്ല ഒരു പ്രൊഡക്റ്റ് ഉള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനെതിരെ കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ച് 10 രൂപയുടെ സാധനം ഞാൻ വാങ്ങിക്കുമ്പോൾ 50 രൂപയുടെ ഒരു റിലീഫ് 50 രൂപയുടെ ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ഇതില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ കോടതി നിങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ 10 രൂപയുടെ സാധനം വാങ്ങിക്കുമ്പോൾ 10 രൂപയുടെ ഉപയോഗം അതിനുണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയുള്ളത് റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. സോ ദ കൺസ്യൂമർ ഹാസ് ടു അക്വയർ നോളജ് ആൻഡ് ടു ബി എ വെൽ ഇൻഫോംഡ് കൺസ്യൂമർ ത്രൂ ഔട്ട് ലൈഫ്. ഹി ഷുഡ് ബി അവെയർ അബൌട്ട് ഹിസ് റൈറ്റ്സ് ആൻഡ് റിലീഫ്സ് അവൈലബിൾ ടു ഹിം ഇൻ കേസ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഫാളിംഗ് ഷോർട്ട് ഓഫ് ഹിസ് എക്സ്പെക്ടേഷൻ. നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എല്ലാ ഇൻഫർമേഷൻസും അറിയാനുള്ള അവകാശം ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്കൊരു പ്രൊഡക്റ്റിൽ എന്താണെന്ന് ചോദിച്ച് നമ്മളൊരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കാം. ഓക്കെ, ഇനിയുള്ളത് കൺസ്യൂമേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നമുക്ക് ലീഗൽ പ്രൊട്ടക്ഷൻസ് മാത്രമല്ല, നമുക്ക് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടിയുണ്ട്. അതിലൊന്നാമത്തേത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ച് നമ്മൾ അറിയണം എന്നുള്ളതാണ്. സോ ബിവെയർ അബൌട്ട് various goods and services available in the market so that an intelligent and wise choice can be made. എല്ലാ പ്രൊഡക്ട്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അതിലൂടെ നമുക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ എപ്പോഴും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് മാത്രം വാങ്ങിക്കാം. ക്വാളിറ്റി അഷ്വറൻസ് ഉള്ള ഗുഡ്സ് മാത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ എന്തൊക്കെ റിസ്ക് ആണ് ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ അതിലെന്തൊക്കെ റിസ്കുകൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? വീട്ടിൽ പോയിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കണം. കൺസ്യൂമർ വെറുതെ സാധനം വാങ്ങിച്ച് വീട്ടിലിരുന്നാൽ മാത്രം പോരാ, എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിയണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാലേ നമ്മളൊരു നല്ല കൺസ്യൂമർ ആവുള്ളൂ എന്ന്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലേബൽസ് വളരെ
കൃത്യമായിട്ട് വാങ്ങിക്കണം. അതെന്തിനാ അങ്ങനെ വായിക്കുന്നത്? അതിൻ്റെ പ്രൈസ് എത്രയാണ്, നെറ്റ് വെയിറ്റ് എത്രയാണ്, ആരാണ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്, എക്സ്പയറി ഡേറ്റ് എപ്പോഴാണ് എന്നൊക്കെ. എന്തുകൊണ്ട്? ഇതൊക്കെ പ്രോപ്പറായിട്ട് വായിക്കാതെ നിങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. തിരിച്ച് കടയിലേക്ക് പോയപ്പോൾ കടക്കാരൻ പറഞ്ഞു ഞാൻ തിരിച്ചെടുക്കൂല, നിങ്ങളിത് വാങ്ങിക്കുമ്പോൾ എന്ത് നോക്കിയിട്ടാണ് വാങ്ങിച്ചതെന്ന് ചോദിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് ലീഗലി മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ നിങ്ങൾ എന്തും ചെയ്തിട്ടില്ല, നിങ്ങൾ ഒരിക്കലും ക്യാഷ് മെമ്മോയും വാങ്ങിയിട്ടില്ല. നിങ്ങളിങ്ങനെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊരു സാധനം വാങ്ങിച്ച് വീട്ടിൽ പോയി, നിങ്ങളൊരു കടയിൽ പോയി തിരിച്ചു കൊടുത്തിട്ട് പറയാണ് ഞാനിത് ഇവിടുന്നാണ് വാങ്ങിച്ചത്, ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആൾ ചോദിക്കുകയാണ് എന്ത് പ്രൂഫാണ് ഉള്ളത് നിങ്ങളിത് ഇവിടുന്നാണ് വാങ്ങിച്ചതെന്നുള്ളത്, നിങ്ങൾ വേറെ എവിടുന്നേലും വാങ്ങിച്ചിട്ട് ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നതാണെങ്കിലോ എന്ന്. നമ്മൾ ഈ ക്യാഷ് മെമ്മോ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലോ, ഈ ബില്ല് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലോ, നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ബില്ലുണ്ട്, നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം അല്ലേ? വളരെ റീസെൻ്റ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഐസ്ക്രീം കഴിച്ചിട്ട് ഒരു കുട്ടി മരിച്ചൊരു സിറ്റുവേഷൻ. അപ്പോൾ അതിൽ എന്ത് ചെയ്തു? പോലീസ് നേരെ വന്ന് കടക്കാരനെതിരെ കേസെടുത്തു. അപ്പോൾ എന്താ സംഭവിച്ചത്? കടക്കാരന് ഇതിന് യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല, അതായത് ഒരു റോളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എപ്പോൾ വേണമെങ്കിലും ആക്സിഡൻ്റലി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാം. ഇത്തരത്തിലുള്ള ഹെൽപ്പ്, അതായത് നമുക്ക് ക്യാഷ് മെമ്മോ, ഇപ്പോൾ ആ കടയിൽ CCTV ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മനസ്സിലായത് അവിടെ വേറെ പ്രൊഡക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ആ കടക്കാരൻ റിലീഫ് ആയത്. അപ്പോൾ ഒരു കടക്കാരനെ സംബന്ധിച്ചും എന്ത് വേണം? ഈ പറയുന്ന CCTV അതുപോലെ ക്യാഷ് മെമ്മോസ് കൊടുക്കണം. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിട്ടാണ് ഇത് ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് ലീഗലി ഒക്കെ മൂവ് ചെയ്യണമെങ്കിൽ, ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടണമെങ്കിൽ ഈ ക്യാഷ് മെമ്മോ നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടാവണം. അതുകൂടാതെ നമുക്കൊരു ഫെയർ ഡീലാണ് കിട്ടുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഒരു 10 രൂപയുടെ MRP ഉള്ള പ്രൊഡക്റ്റിന് 12 രൂപ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. 2 രൂപയാണ് നിങ്ങളെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത്. ഈ 2 രൂപ ഉണ്ടാക്കാൻ നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടിട്ടുണ്ടാവണം? സോ ഒരു ഫെയർ ഡീലേക്കായിരിക്കും. ഒരിക്കലും ബ്ലാക്ക് മാർക്കറ്റ്, കരിഞ്ചന്തകൾ, അതായത് പൂഴ്ത്തിവെപ്പ്, ഇതിലേക്കൊന്നും നിങ്ങൾ പോകാൻ വേണ്ടിയിട്ട് പാടില്ല. എപ്പോഴും ലീഗൽ സോഴ്സ് നിന്ന് മാത്രമാണ് നിങ്ങൾ സാധനങ്ങൾ എടുക്കേണ്ടത്. ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ബ്ലാക്ക് മാർക്കറ്റ്, ഹോർഡിങ്, ഇതിലേക്കൊന്നും നിങ്ങൾ പോവരുത്. ഇനിയുള്ളത് എൻവയോൺമെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യരുത്, പൊതുസ്ഥലങ്ങൾ മാലിന്യങ്ങൾ വലിച്ചെറിയരുത്, പ്ലാസ്റ്റിക് മണ്ണിൽ നിക്ഷേപിക്കരുത്. ഒരു കൺസ്യൂമർ എന്നുള്ള നിലയിൽ ഇതും നമ്മൾ പാലിച്ചിട്ടുണ്ടാവണം. സോ file a complaint in an appropriate consumer forum in case of shortcomings in the quality of goods purchased or service availed. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺസ്യൂമർ ഫോറത്തിൽ തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കണം. നാഷണൽ ലെവലിൽ കൊടുക്കേണ്ടതാണെങ്കിൽ നാഷണൽ ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ. സോ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ കൺസ്യൂമർ സൊസൈറ്റീസ് ഫോം ചെയ്യണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, കൂടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടി സംസാരിക്കണം. സോ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലീഗലി മൂവ് ചെയ്യാനായിരിക്കാം, നല്ല പ്രൊഡക്ട്സ് കിട്ടാനായിരിക്കാം, നല്ല കൺസ്യൂമേഴ്സിന് ഉണ്ടാക്കിയെടുക്കാനായിരിക്കാം. സോ കൺസ്യൂമർ സൊസൈറ്റീസ് നിങ്ങൾ ഫോം ചെയ്യുന്നതും കൂടി കൺസ്യൂമേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ് തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേസ് ആൻഡ് മീൻസ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? സെൽഫ് റെഗുലേഷൻ ബൈ ബിസിനസ്. അതായത് ബിസിനസ് ഓർഗനൈസേഷൻസിന് അറിയാം അവർക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യണം? നമ്മുടെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള റിഡ്രസൽ ഏജൻസീസ് സെറ്റ് ചെയ്യണം. ഇനിയുള്ളത് ബിസിനസ് അസോസിയേഷൻസ് ആണ്. നമുക്ക് ചുറ്റും എന്തുണ്ട്? നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ഓഫ് ഇന്ത്യ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ കച്ചവടക്കാർ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം, എന്തൊക്കെ പോളിസീസ് ആണ് അവരൊരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ട്രേഡിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇത്തരം ബിസിനസ് അസോസിയേഷൻസും കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കൺസ്യൂമർ അവയർനെസ് നമ്മൾ ഓൾറെഡി കണ്ടു. കൺസ്യൂമേഴ്സിന് അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവണം. സോ ഇറ്റ് ഓൾസോ എനബിൾ എ കൺസ്യൂമർ ടു സേഫ് ഗാർഡ് ഹിസ് ഇൻട്രസ്റ്റ്. നമ്മുടെ താല്പര്യങ്ങൾ സ്വയം സംരക്ഷിക്കാൻ ഇത്തരത്തിലുള്ള അറിവിലൂടെ നമുക്ക് സാധിക്കും. സോ in this regard, the Department of Consumer Affairs, അഥവാ GOI, has been undertaken the campaign Jago Gharak Jago through multimedia awareness. അതായത് കണ്ടോ, ജാഗോ ഗ്രാഹക് ജാഗോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടി നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്
ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കൺസ്യൂമേഴ്സിന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും പലതരത്തിലുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒരു പതിഞ്ഞ ശബ്ദത്തിലൊക്കെ നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ട്, വാട്ടർ റിലേറ്റഡ് ആയിട്ട്, സാനിറ്റൈസേഷൻ റിലേറ്റഡ് ആയിട്ടൊക്കെ. ഇതൊക്കെ കൺസ്യൂമേഴ്സിനെ അവരുടെ റൈറ്റ്സിനെ കുറിച്ചിട്ട് അവെയർ ആക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇനിയുള്ളത് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ആണ്. കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യണം? സ്വയം കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഫോം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ കൺസ്യൂമേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ട്. അതുപോലെ അവർക്ക് എന്തെങ്കിലും സപ്പോർട്ട് ലീഗലി കൊടുക്കണമെങ്കിൽ അത്തരത്തിലുള്ള ലീഗൽ സപ്പോർട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൺസ്യൂമർ ഓർഗനൈസേഷൻസും കൺസ്യൂമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് കൺസ്യൂമർ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇനി ഗവൺമെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി നമ്മൾ നമ്പർ ഓഫ് ആക്ടുകൾ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, കോൺട്രാക്ട് ആക്ട്. ഇതൊക്കെ ഗവൺമെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്? കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്. അത് കൂടാതെ നേരത്തെ നമ്മൾ കണ്ട GOA എന്തുകൂടി ചെയ്തിട്ടുണ്ട്? ഒരു ടോൾ ഫ്രീ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ പ്രൊഡക്റ്റിലും നിങ്ങൾക്ക് ഈ നമ്പർ കാണാൻ പറ്റും. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതുകൂടാതെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന 3 ടയർ റിഡ്രസൽ സിസ്റ്റം കൂടി നമ്മുടെ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത്ര നേരം നമ്മൾ കണ്ട അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച ഈ ഏജൻസീസിനെ കുറിച്ചിട്ടാണ്. ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം, അതുപോലെ സ്റ്റേറ്റ് കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ. ഇത് മൂന്നും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ കോർ പോയിന്റ്സ് നമ്മൾ ഫിനിഷ് ചെയ്യും. സോ ആരാണ് ഒരു കൺസ്യൂമർ, അതുപോലെ ആർക്കൊക്കെയാണ് കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പറ്റുക എന്നൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈവൺ ഒരു അഡ്വക്കേറ്റോ പ്രൊഫഷണൽസോ ഇല്ലെങ്കിലും കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. അതുപോലെ കൺസ്യൂമർ അസോസിയേഷന്, ഗവൺമെന്റിന്, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിന് ഒരേപോലെയുള്ള പ്രശ്നങ്ങളുള്ള കുറച്ചധികം കൺസ്യൂമേഴ്സിന് ഒരു ഗ്രൂപ്പായിട്ട് അതിനൊരു രജിസ്റ്റേർഡ് ഫോം ഒന്നും വേണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു കൺസ്യൂമർ മരിച്ചുപോയി എന്ന് വിചാരിക്കുക. ആ കൺസ്യൂമറിന്റെ ലീഗൽ ഹെയറിന് അതുകൂടാതെ ലീഗൽ ഹെയറിന് ഒക്കെ എന്ത് ചെയ്യാം? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം കംപ്ലൈന്റ് ഫയൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ ഡിസ്ട്രിക്ട് ഫോറത്തിലേക്ക് വരികയാണ്. സോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇത്തരത്തിൽ എല്ലാ ജില്ലയിലും ഒരു ഡിസ്ട്രിക്ട് ഫോറം കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 20 ലക്ഷത്തിൽ കൂടുതലായിരിക്കണം നമ്മൾ ആവശ്യപ്പെടുന്ന തുക, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ടുണ്ടായിട്ടുള്ള നഷ്ടം. ഈ 20 ലക്ഷത്തിലാണ് ലിമിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് ഫോറം വഴി എന്ത് കൊടുക്കാം? കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് ഒരു പ്രസിഡന്റും 2 മെമ്പേഴ്സും ആണ് ഉണ്ടാവുക. ആ 2 മെമ്പേഴ്സിൽ ഒരാള് woman member ആയിരിക്കണം. Okay, so an appeal against the order of the district forum can be filed in the state commission within 30 days. ഇവിടുന്ന് ഒരു നിയമം വന്നു, നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല, 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ് കമ്മീഷനിൽ ഇതിന് ഒരു അപ്പീൽ പോവാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൽ ഭേദഗതികൾ 2015 വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അല്ല, 2015 ആണ്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. ഇത് നിങ്ങൾക്കൊരു അഡീഷണൽ നോളജ് ആയിട്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള ഒരു ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ നമുക്കുള്ളത് ഈ 20 ലക്ഷം അല്ല, 1 കോടിയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തുകൂടി ഉണ്ട്? നമ്മുടെ പ്രൊഡക്റ്റ് നമുക്ക് എവിടെ വേണമെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾ എവിടുന്നാണോ പ്രൊഡക്റ്റ് വാങ്ങിയത് ആ ഏരിയയിൽ തന്നെ കംപ്ലൈന്റ് കൊടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു നിയമം ഉണ്ടായിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് വാങ്ങിയാലും ജമ്മുന്ന് വാങ്ങിക്കഴിഞ്ഞാലും നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് നിങ്ങളുടെ നാട്ടിലെ ജില്ലാ കോടതിയിൽ കേസ് കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെയുള്ള കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. തൽക്കാലം ഡിസ്ട്രിക്ട് ഫോറം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമ്മൾ പോകുന്നത് സംസ്ഥാന കമ്മീഷൻ അഥവാ സ്റ്റേറ്റ് കമ്മീഷനിലേക്കാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 20 ലക്ഷം മുതൽ 1 കോടി വരെയുള്ള കംപ്ലൈന്റുകളാണ് ഇവിടെ ഈ ഒരു ഫോറത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുക. സോ ദ വാല്യൂ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ആൻഡ് കോമ്പൻസേഷൻ ക്ലെയിംഡ് ഈസ് ഓവർ 20 lakhs ബട്ട് ലെസ് ദാൻ 1 crore ആയിരിക്കണം. ഇവിടെയും ഒരു പ്രസിഡന്റ് ഉണ്ടാവും. അതുകൂടാതെ 2ൽ കുറയാത്ത മെമ്പേഴ്സും ഉണ്ടാവും. ആ 2ൽ കുറയാത്ത മെമ്പേഴ്സിൽ ഒരാൾ വുമൺ ആയിരിക്കണം. സെയിം കേസാണ്. നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു വിധി വന്നിട്ടില്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നാഷണൽ കമ്മീഷനിൽ കേസ് കൊണ്ടുപോയി കൊടുക്കാം. ഇനി നാഷണൽ കമ്മീഷന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. 1 കോടിക്ക് മുകളിലുള്ള എല്ലാ കേസും ഇവരാണ് വാദിക്കുക. 4 മെമ്പേഴ്സ് ആണ് ഉണ്ടാവുക. അതിൽ ഒരാൾ വുമൺ ആയിരിക്കണം. ആൻഡ് ഇതിന്റെ പ്രസിഡന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ഈ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി ജഡ്ജ് ആയിരിക്കണം. ഇനി ഇവിടെ നിന്നും നമുക്ക് കിട്ടിയ വിധി നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 30 ദിവസത്തിനുള്ളിൽ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുക്കാം. കൊള്ളാം അല്ലേ? എന്തൊക്കെ റിലീഫ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക ഇത്തരത്തിൽ കേസ് കൊടുക്കുന്ന സമയത്ത്? ഗുഡ്സിൽ എന്തെങ്കിലും
ഡിഫക്റ്റ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം എന്നുള്ളൊരു വിധി വരാം. അതും അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് കൊടുക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ അതിന്റെ പ്രൈസ് റീഫണ്ട് ആയിട്ട് കൊടുക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആയിട്ട് ഒരു എമൗണ്ട് കൊടുക്കണം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടു ഡിസ്കണ്ടിന്യൂ ദ അൺഫെയർ ഓർ റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്. അത്തരത്തിലുള്ള പ്രാക്ടീസസ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പ്രാക്ടീസ് അവിടെ കണ്ടു എന്ന് കഴിഞ്ഞാൽ അത് ഇനി തുടരരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിയമം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ ഒരു തരത്തിലും ഹസാർഡസ് ആയിട്ടുള്ള, അതായത് ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യത, ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഇഞ്ചുറീസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഗുഡ്സ് ഓഫർ ചെയ്യരുത് എന്നുള്ള രീതിയിലൊരു നിയമം വരാം. അതുപോലെ ഹസാർഡസ് ഗുഡ്സ് റിമൂവ് ചെയ്യാനുള്ള, ഇനി അങ്ങനത്തെ ഒരു ഗുഡ്സ് വിൽക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമം വരാം. Then to cease manufacture of hazardous goods, hazardous goods ഉണ്ടാക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സീസ് ചെയ്യാൻ, അത് കണ്ടുകെട്ടാനുള്ള നിയമങ്ങൾ വരാം. And to issue corrective advertisement to neutralize the effect of misleading advertisement. മിസ്ലീഡിങ് ചെയ്യുന്ന എന്തെങ്കിലും അഡ്വർടൈസ്മെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനും അതിന് പകരമായിട്ട് അത് കറക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള വിധികളും വരാനുള്ള സാധ്യതയുണ്ട്. ടു പേ അഡ്വക്കേറ്റ് കോസ്റ്റ് ടു ദ അപ്രോപ്രിയേറ്റ് പാർട്ടി. എന്തെങ്കിലും രീതിയിലുള്ള കോസ്റ്റ്, ഫോർ എക്സാമ്പിൾ ഇപ്പം SBIയുടെ കേസിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് വിഡ്രോ ചെയ്തിട്ട് ആൾ 8,000 വിഡ്രോ ചെയ്തിട്ടുള്ളൂ, ബാക്കി 2,000 ആൾ അറിയാതെ പോയി. അപ്പോൾ എന്ത് ചെയ്തു, ആൾ കേസ് കൊടുത്തു. SBI പറഞ്ഞു ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല, കൺസ്യൂമറിന് ഉത്തരവാദിത്തമാണ്. കോടതി പറഞ്ഞു ആ പോയ 2,000 അതിൻ്റെ 6% ഇൻട്രസ്റ്റും ആൻഡ് ഈ കേസ് നടത്താൻ ആ കൺസ്യൂമറിന് എന്തൊക്കെ രൂപ ചിലവായിട്ടുണ്ട് ആ ചിലവും കൂടി കൊടുക്കണം എന്നുള്ളത്. സോ അത്തരത്തിലുള്ള നിയമങ്ങളും അത്തരത്തിലുള്ള വിധികളും വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ NGOs ഉണ്ട്, അതായത് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. ഇത്ര നേരം നമ്മൾ ഗവൺമെന്റിന്റെ വളരെ അകമഴിഞ്ഞ സപ്പോർട്ടുകളെ കുറിച്ച് കണ്ടു. ഇനി ഇത്തരത്തിലുള്ള നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എങ്ങനെയാണ് നമ്മളെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ദ ഫസ്റ്റ് വൺ ഈസ് ജനറൽ പബ്ലിക്കിന് അവർ പ്രോപ്പർ എഡ്യൂക്കേഷൻസ് കൊടുക്കും. അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് അത് പല രീതിയിലായിരിക്കും കേട്ടോ. അത് ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ ആവാം, സെമിനാർസിലൂടെ ആവാം, വർക്ക്ഷോപ്സിലൂടെ ആവാം. അതുകൂടാതെ നമ്മുടെ മാഗസിൻസ് ഒക്കെ പബ്ലിഷ് ചെയ്യും. ബ്രോഷേഴ്സ് ആയിരിക്കാം, ജേർണൽസ് ആയിരിക്കാം, കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഉള്ള ലിറ്റററി മെറ്റീരിയൽസ് അവർ പ്രൊവൈഡ് ചെയ്യാം. അതുകൂടാതെ ഒരു നല്ല പർച്ചേസ് നടത്താൻ, ഏറ്റവും നല്ല രീതിയിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിന് ട്രെയിനിങ് കൊടുക്കും. കൂടാതെ നമ്മുടെ മാർക്കറ്റിൽ നിന്നും പലതരത്തിലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ ഓക്കെ ആണോ, അതിലെന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ, ഇത്തരത്തിലുള്ള എൻക്വയറീസും ഈ NGOs നടത്താറുണ്ട്. കഴിഞ്ഞിട്ടില്ല, അവർക്ക് ലീഗൽ അസിസ്റ്റൻസ് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതും ആര് പ്രൊവൈഡ് ചെയ്യും, NGOs പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ കൺസ്യൂമേഴ്സിനെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യും. കൂടാതെ എൻകറേജിങ് കൺസ്യൂമേഴ്സ് ടു ബോയ്കോട്ട് ഡിഫക്റ്റീവ് ക്വാളിറ്റി പ്രൊഡക്ട്സ്. എന്തെങ്കിലും ക്വാളിറ്റി കുറവുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സിനോട് പറയും നിങ്ങളത് വാങ്ങിക്കരുത്, അതിനെതിരെ ക്യാമ്പയിനുകൾ നടത്തും. അങ്ങനെ അത്തരത്തിൽ ഡിഫക്റ്റീവ് ക്വാളിറ്റി ഗുഡ്സ് ഉള്ളത് വാങ്ങാതിരിക്കാൻ കൺസ്യൂമേഴ്സിനെ പ്രേരിപ്പിക്കും. ഇനിയുള്ളത് ഹെൽപ്പിംഗ് ദ കൺസ്യൂമേഴ്സ് ഇൻ ഗെറ്റിംഗ് ക്വാളിറ്റി സർവീസ് ലൈക്ക് ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, മെഡിക്കൽ എയ്ഡ് എക്സെട്ര. ഇത്തരത്തിലുള്ള നല്ല നല്ല സർവീസുകൾ, നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസസ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിനെ സഹായിക്കാറുണ്ട്. കണ്ടക്ടിങ് റിസർച്ച് ആൻഡ് സ്റ്റഡി ഓൺ ഡിഫറെന്റ് കൺസ്യൂമർ പ്രോബ്ലംസ്. മേ ബി ഒരു സൊസൈറ്റിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ മാത്രമായിട്ട് റേസ് ചെയ്ത് വരുന്നുണ്ടാവാം. ആരും അത് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല, ഈവൻ ഗവൺമെന്റ് പോലും നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് അത് സോൾവ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കും. അപ്പൊ നമ്മുടെ NGOs എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പ്രോബ്ലംസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യും. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, ഏതെങ്കിലും പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആണോ, പെർട്ടിക്കുലർ സർവീസ് ആണോ, പെർട്ടിക്കുലർ ഫാക്ടർ ആണോ, അല്ലെങ്കിൽ പെർട്ടിക്കുലർ റോ മെറ്റീരിയൽ ആണോ എന്നുള്ള സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട് ഇതിനെതിരെ സംസാരിക്കും. പിന്നെ വർക്കിംഗ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺസ്യൂമർ ഫ്രണ്ട്ലി സൊസൈറ്റി. കൺസ്യൂമേഴ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, കൺസ്യൂമേഴ്സിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ആര് ചെയ്യും, NGOs ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ കൺസ്യൂമർ പ്രൊട്ടക്ഷനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നന്നായിട്ട് പഠിച്ചോ. ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 5 മാർക്കൊക്കെ എന്തായാലും കിട്ടും. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്സ് വാങ്ങിക്കാം. ഓക്കെ, ബൈ.